ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 2 വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ പ്രോസസ്സ്, സ്റ്റെപ്പ് 2 നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഇൻഫർമേഷനും കുറച്ച് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, സെൽഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, മടിയൊക്കെ ഇല്ലാതെ ഫുള്ള് പവറിൽ നിൽക്കുക എല്ലാവരും. അപ്പോൾ നമ്മളെന്താണ് ഇത് തേർഡ് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ വിഡ്രോ സെക്ഷൻ്റെ അവിടെ ബാങ്ക് അക്കൗണ്ട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഫില്ല് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഫില്ല് ചെയ്യാത്തവർ ഫില്ല് ചെയ്യുക, വേഗം തന്നെ ഫില്ല് ചെയ്യുക. അതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്യുക. ഇത് സ്റ്റെപ്പ് 3 ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈ ഒരു പൈസ എങ്ങനെ നമുക്ക് കളർ ട്രേഡ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആദ്യം എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 4,60,000 രൂപ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു കളർ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയ പൈസ തന്നെയാണ്. ഓക്കെ, ഞാനിതിൽ വലിയ എമൗണ്ട് ഒന്നും ഡെപ്പോസിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇതൊക്കെ ഞാനൊരു ട്രിക്ക് ആൻഡ് ടിപ്സ് ഒക്കെ യൂസ് ചെയ്ത്, ഇപ്പോൾ ട്രിക്ക് ആൻഡ് ടിപ്സിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ട്രിക്ക് ആൻഡ് ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വീഡിയോയിലെ എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത ശേഷം എനിക്ക് മായാവി ട്രേഡർ എന്ന് പറയുന്ന ടെലിഗ്രാം അക്കൗണ്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഫുള്ള് കാര്യങ്ങൾ. ഓക്കെ, മായാവി ട്രേഡർ എന്ന് പറയുന്ന ടെലിഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഈ ഗ്രൂപ്പിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് എത്താം. എന്ത് ഡൗട്ട് വന്നാലും എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഫുള്ള് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. എങ്ങനെ നമുക്ക് ഇത്രയും ഒരു എമൗണ്ട് പ്രോഫിറ്റ് ആക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ പ്രോഫിറ്റ് ആക്കി കാണിച്ചു തരാം. സോ എൻ്റെ ബാലൻസ് കാണാൻ പറ്റും 4,60,000 രൂപ. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എമൗണ്ട് ഞാൻ കളർ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയാണ്. ഇതിൽ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, ഇത്രയും എമൗണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. നമ്മളൊരു വേറെ ഏതെങ്കിലും ജോലിക്ക് പോയാൽ നമുക്ക് ഇത്രയധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ വേറെ ഏത് ജോലിക്ക് പോയാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാറ്ററിംഗ് വർക്കാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏത് ജോബാണെങ്കിലും നമുക്കൊരു മാസം കൊണ്ട് 4,60,000 രൂപ ഒന്നും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അത്രയും വലിയ ജോലിക്കാവണം. സോ ഇതൊക്കെ നമ്മളിത് ചെയ്യുന്നത് ഒരു സാധാരണക്കാരാണ്. നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലെ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. സോ ഡെപ്പോസിറ്റ് ചെയ്യണം കേട്ടോ. ഡെപ്പോസിറ്റ് എമൗണ്ട് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ഞാനിവിടെ ഒരു ചെറിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇത്രയും ഒരു പ്രോഫിറ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാനൊരു 10,000 രൂപ പ്രോഫിറ്റ് ആക്കി കാണിച്ചു തരാം. ഓക്കെ, ലൈവായിട്ട് 10,000 രൂപ ഞാൻ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം വരുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അതിന് ശേഷം എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം കളർ ട്രേഡ് ചെയ്യാനായിട്ട് ഇവിടെ ഹോം എന്ന് കാണാൻ പറ്റും. ഈ ഹോം എന്നുള്ളതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിങ്കോ എന്ന് കാണാൻ പറ്റും. ഈ വിങ്കോ എന്നുള്ളതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കളർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതവിടെയാണ് നമ്മൾ കളർ ട്രേഡൊക്കെ ചെയ്യുന്നത്. ഇവിടെ എൻ്റെ ബാലൻസ് കാണാൻ പറ്റും 4,60,000 രൂപ. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് വിങ്കോ 30 സെക്കൻഡ് കാണാൻ പറ്റും, വിങ്കോ 1 മിനിറ്റ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ വിങ്കോ 30 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഓരോ 30 സെക്കൻഡും ഓരോ 30 സെക്കൻഡിലും പുതിയ കളറും പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വിങ്കോ 1 മിനിറ്റ് പറയുമ്പോൾ ഓരോ 1 മിനിറ്റിലും ആയിരിക്കും കാര്യങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇവിടെ നിങ്ങൾക്കിപ്പോൾ സമയം കാണാൻ പറ്റും. ഇപ്പോൾ 29 സെക്കൻഡ് കണ്ട 30 സെക്കൻഡിൻ്റെയാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീൻ എന്ന് കാണാൻ പറ്റും, വയലറ്റ് എന്ന് കാണാൻ പറ്റും, റെഡ് എന്ന് കാണാൻ പറ്റും, ബിഗ് എന്ന് കാണാൻ പറ്റും, സ്മോൾ എന്ന് കാണാൻ പറ്റും. നമ്മളിവിടെ കളർ ട്രേഡ് ചെയ്യുന്നത് ബിഗ് ആൻഡ് സ്മോളിലാണ്. ബിഗിലും സ്മോളും കൂടിയിട്ടാണ് നമ്മൾ കളർ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കളർ ട്രേഡ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അടുത്തത് എന്താണ് വരിക എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. അടുത്തത് എന്താണ് വരിക. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് വന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞില്ല, ഇവിടെ ഒരു നമ്പർ കണ്ടാം, ഒരു വലിയ നമ്പർ അതിൽ ലാസ്റ്റത്തെ 3 നമ്പർ നോക്കുക. 070. ഈ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയ നമ്പർ കാണാൻ പറ്റും. താഴത്ത് പീരീഡ് നമ്പർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ 3 നമ്പർ നോക്കുക. 070 അതാണ് സെഷൻ നമ്പർ. ഓരോ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു അടുത്തത് ഇപ്പോൾ 070 ആണ് അടുത്ത് വരാൻ പോണത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 069 അതിവിടെ ബിഗ് എന്ന് വന്നിട്ടുണ്ട്. അടുത്ത് നോക്കാം. ഒരു സെക്കൻഡ് ഇതവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 070 സ്മോൾ എന്ന് വന്നിട്ടുണ്ട്. അതാണ് 070 എന്ന് പറയുന്ന പീരീഡിൽ സ്മോളാണ് വന്നത്.
അപ്പോൾ ഈ സ്മോളിലൊക്കെ ബെറ്റ് ചെയ്തവർക്ക് ഹൈ പ്രോഫിറ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് ഇപ്പോൾ 071 കാണാൻ പറ്റും. അപ്പോൾ 12 സെക്കൻഡ് ഉണ്ട്. 12 സെക്കൻഡിൽ 10 സെക്കൻഡായി. അപ്പോൾ അടുത്തത് വരിക എന്നുള്ളത് നമ്മൾ എന്താ നോക്കുക, നമുക്ക് ഇപ്പോൾ 1 മിനിറ്റ് സെലക്ട് ചെയ്യാം. വിങ്കോ 1 മിനിറ്റിലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. വിങ്കോ 30 സെക്കൻഡ് പറയുമ്പോൾ പെട്ടെന്ന് തീരും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് വിങ്കോ 1 മിനിറ്റ് സെലക്ട് ചെയ്യുക. 1 മിനിറ്റ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പീരീഡ് നമ്പർ 036 ഇതാണ് അടുത്തത് വരാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ വന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒക്കെ ഇവിടെ കാണാൻ പറ്റും, സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക 035 സ്മോളാണ് വന്നത്. അടുത്ത് വരാൻ പോകുന്നത് 036 ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് ഏതാ വരിക എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബെറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബെറ്റ് ചെയ്തിട്ട് ഒരു 10,000 രൂപ ഞാൻ പ്രോഫിറ്റാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ബാലൻസ് നിങ്ങൾ നോക്കുക 4,60,000 രൂപ ബാലൻസ് ഉണ്ട്. റീഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. റീഫ്രഷ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. 4,60,000 രൂപ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് ഒരു 10,000 രൂപ പ്രോഫിറ്റാക്കി കാണിച്ചു തരാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ സെഷൻ നമ്പർ 039 ആണ്. 038 ബിഗാണ് വന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത് നോക്കാം ഏതാണ് വരിക എന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് ബെറ്റ് ചെയ്യാം. ഇപ്പോൾ ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 10,000 വിന്നാക്കി കാണിച്ചു തരാം. സോ ഓക്കെ, അപ്പോൾ അടുത്തത് ബിഗാണ് വന്നിട്ടുള്ളത് കേട്ടോ. 039 ബിഗാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. 040 ആണ് അടുത്ത് വരാൻ പോകുന്നത്. അത് ഏതാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബെറ്റ് ചെയ്യാൻ പോകുന്നത് ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ട്രിക്ക് അറിയാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം ടെലിഗ്രാമിൽ. അപ്പോൾ നമ്മളിത് ബിഗ് ഇവിടെ സെലക്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ബിഗിലാണ് ബെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് എടുത്തു. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു 10,000 ആണ് ബെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓക്കെ 1000 കൊടുത്തു. 1000 × 10 ആണ് കൊടുക്കുന്നത്. ബാലൻസ് 10 കൊടുത്തു. ക്വാണ്ടിറ്റി 1000 കൊടുത്തു. ടോട്ടൽ എമൗണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വെച്ചാൽ ടോട്ടൽ എമൗണ്ട് ഇവിടെ 10,000 എന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, 10,000 ഓക്കെ ബെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബെറ്റ് സക്സീഡ് ആയിട്ടുണ്ട്. ബെറ്റ് കൊടുത്തിട്ടുണ്ട്. 14 സെക്കൻഡ്. ഇതപ്പോൾ ബാലൻസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 4,50,000. 9 സെക്കൻഡ്, 8 സെക്കൻഡ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. വിന്നാവോ ഇല്ലയോ എന്നുള്ളത് അറിയാം. ഓക്കെ, വിന്നായിട്ടുണ്ട് കേട്ടോ. ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ 10,000 രൂപ വിന്നായിക്കാൻ ചെന്നിട്ടുണ്ട്. ലൈവായിട്ടാണ് കേട്ടോ. അപ്പോൾ വിന്നായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ട്രിക്ക് അറിയാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ട്രാറ്റജിയാണ്, ഈ പാറ്റേൺ ഒക്കെ നോക്കിയുള്ള ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. 19,600 രൂപ പ്രോഫിറ്റാണ്. ഓക്കെ, അതിൽ 9,600 രൂപ പ്രോഫിറ്റാണ്. 10,000 നമ്മൾ ബെറ്റ് ചെയ്തു. 19,600 ആയിട്ട് തിരിച്ച് കിട്ടി, ഡബിളായി. ഓക്കെ, ക്ലോസ് അമർത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം 040 നമ്മൾ ബെറ്റ് ചെയ്തത്. ബിഗ് വന്നു, നമ്മൾ അതിലാണ് ബെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ബെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ബാലൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 9,600 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ട, വെറും ഈ ഒരു വീഡിയോയിലാണ് ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ പ്രോഫിറ്റാക്കി കാണിച്ചു തന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ പ്രോഫിറ്റാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് സംഭവം. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ തന്നെ 10,000 രൂപ പ്രോഫിറ്റാക്കി കാണിച്ചത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്രത്തോളം പ്രോഫിറ്റ് ഇതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അത് 9,600 രൂപ ആയിട്ടുണ്ട് ഇപ്പോൾ ബാലൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ തന്നെ 9,600 പ്രോഫിറ്റായി. അത് ചിന്തിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ ഇതാണ് കളർ ട്രേഡിങ്ങിൻ്റെ ബെനിഫിറ്റ്. നല്ല രീതിക്ക് എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ലോസ് വന്നെന്ന് വെക്കുക. അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ എനിക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടുകയാണ് ചെയ്തത്. ഇനി എങ്ങനെ ലോസ് വന്നെന്ന് വെക്കുക. ഈ ലോസ് നമുക്ക് തിരിച്ചു പിടിക്കാനും പറ്റും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ലോസ് എങ്ങനെ തിരിച്ചു പിടിക്കേണ്ടതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ലോസൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതിനൊരു ലെവൽ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ലോസൊക്കെ നിങ്ങൾക്ക് തിരിച്ച് പിടിക്കാം. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എപ്പോഴും വിന്നാവണമെന്നില്ല, ഇടയ്ക്കൊക്കെ ലോസ് വരും. പക്ഷെ ലോസ് വന്നാൽ എങ്ങനെ നമുക്ക് തിരിച്ച് പിടിക്കാം എന്നുള്ളതും അത് ലോസ് റിക്കവർ ചെയ്തിട്ട് എങ്ങനെ പ്രോഫിറ്റ് ആക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ പ്രോഫിറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സോ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, നമുക്ക് ബാക്ക് അടിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 3 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ നമുക്ക് ബെറ്റ് ചെയ്യാന്നുള്ളതും ഇത്രയും പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. സോ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഡെപ്പോസിറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത സ്റ്റെപ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് 4 ഞാൻ പറഞ്ഞുതരാം. അതായിരിക്കും ബെറ്റർ. സ്റ്റെപ്പ് 4 ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ കാണാം. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡെപ്പോസിറ്റിന് ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.